പ്രിയമുള്ളവരെ, ഈ സദുദ്യമം ഇവിടെ നടക്കുമ്പോൾ തീരാത്ത നൊമ്പരത്തിൻ്റെ ദുഃഖസാന്ദ്രമായ നിമിഷത്തിലാണ് നമ്മൾ. ഈ പരിപാടിയെ ഒപ്പിയെടുത്ത് ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് ലോകത്തിലേക്ക് എത്തിക്കാൻ ഇന്നൊരാളുണ്ടാകുമായിരുന്നു. അള്ളാഹുവിൻ്റെ ആലംഘനീയമായൊരു വിധി അദ്ദേഹത്തെ കവർന്നെടുത്തപ്പോൾ നാടിൻ്റെ സകല നിഖില അണുമണി നിമിഷങ്ങളും തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കാൻ വളരെ കൃത്യമായി പ്രൊഫഷണലായി തന്നെ അത് ഏറ്റെടുത്ത് അതിൻ്റെ എഡിറ്റിംഗ് വർക്കൊക്കെ ചെയ്ത് ചെങ്കള എന്ന പ്രദേശത്തെ മറ്റു നാടുകളിലേക്ക് തൻ്റെ കരവിരുത് കൊണ്ടെത്തിച്ചു കൊടുത്ത ഒരു മഹാനുഭാവൻ, ഏതൊരു വിഷയങ്ങളെയും വളരെ പോസിറ്റീവായി ഏറ്റെടുത്തിരുന്ന മനുഷ്യൻ. സോഷ്യൽ മീഡിയകളൊക്കെ അടക്കി ഭരണം നടക്കുന്ന കാലത്ത് വിമർശന ചിന്താഗതികളും അതോടൊപ്പം പോസിറ്റീവ് ചിന്താഗതികളുമൊക്കെയായി അതിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. തന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയങ്ങൾ സംവദിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് നൽകിയാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിപ്പോയി മാപ്പപേക്ഷിച്ച് ഖേദം പ്രകടിപ്പിച്ച് നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ആ മഹാമനുഷ്യൻ ഒരു രാത്രി പകലസ്തമയം കുറിച്ച് വീണ്ടും പ്രഭാത പുലരിയിലേക്ക് കടക്കുമ്പോൾ KCK കരീം മരണപ്പെട്ടു എന്ന വാർത്തയാണ് ചെങ്കളദേശം കേട്ടത്. പിന്നെ ലോകമെമ്പാടും കത്തിപ്പടർന്ന ആ വാർത്തയിൽ വിതുങ്ങലും തേങ്ങലുമായി പലരും ഓടിയെത്തി. അദ്ദേഹത്തിൻ്റെ സേവന നിബിഡമാകുന്ന മഹത്തുറ്റ മാർഗങ്ങളും കാര്യദർശനങ്ങളും എത്രയേറെ വലുതായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജനാസ കാണാൻ വന്ന ആ കൂട്ടത്തിലും അദ്ദേഹത്തെ ഓർത്തെടുത്ത ഓരോ വരികളിലും ഉണ്ടായിരുന്നു. ആ മഹാനുഭാവന്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഈ മനോഹരമായ ചെങ്കളയിൽ വിതുമ്പലും തേങ്ങലും ദുഃഖസാന്ദ്രമായി രാഗാർദ്ധ നൗകയായി മനസ്സിൻ്റെ ഇടംതലങ്ങളിൽ ചെറിയ വലിയ ഓർമ്മയായി നിൽക്കുന്ന KCK കരീമിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെങ്കളദേശം വാട്സാപ്പ് ഗ്രൂപ്പ് ഇവിടെ ഒരു കൂളർ സംവിധാനത്തോടു കൂടിയുള്ള വെള്ളം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ഈ മഹത്തുറ്റ ഈ സദുദ്യമത്തിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് KCK കരീം എന്ന മഹാനുഭാവൻ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വേദിയിൽ നിന്ന് സംഘാടകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.